കഴിഞ്ഞ 3 ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസങ്ങളായിരുന്നു. കേരള രാഷ്ട്രീയത്തെ സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്കിടയിലും പൊതുവെ കേരള സമൂഹത്തിനിടയിലും വലിയ ചർച്ചകളാണ് PV അൻവർ MLA എന്ന ഇടതുപക്ഷ സ്വതന്ത്ര MLA കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി തീർത്ത് കടന്നുപോയത് എന്ന് ഞാൻ അടിവരയോടെ പറയാൻ കാരണം ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നില്ല. അതായത് PV അൻവർ മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരെയും സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിൽ കേരള പോലീസിലെ ADGP റാങ്ക് തലത്തിലുള്ള അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഒത്താശയോടുകൂടി കേരളത്തിൽ ഒരു അധോലോക സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അത് വലിയ അപകടകരമാണ്. മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്നാൽ ഒരു അധോലോക ശക്തി കേന്ദ്രത്തിൻ്റെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചു കടന്നുപോയത്. ഈ അവസരത്തിൽ നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ് PV അൻവർ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ PV അൻവർ എന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു സൃഷ്ടിയായിരുന്നില്ല. അത് തികച്ചും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ മാത്രം സൃഷ്ടിയായിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്ത് 10-40ഓളം പേരുണ്ട്. VD സതീശൻ എന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവ്. അവർക്ക് സംസ്ഥാന ഭരണത്തിലെ നല്ലതുകളെക്കുറിച്ചും മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി അറിയാനുള്ള മാർഗങ്ങളുണ്ട്. അതിനാസ്പദമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതാണല്ലോ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആ 41 പേർക്കും കിട്ടാത്ത അത്രയേറെ രഹസ്യാത്മകമായ വിവരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടി നിലമ്പൂരിൽ നിന്ന് വിജയിച്ച് കേരള നിയമസഭയിലെത്തിയ PV അൻവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള കാരണം. അതായത് PV അൻവർ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പുറത്തുവിട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തവമുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് CPMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതൃതലത്തിലുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. അതായത് കേരള പോലീസിലെ ഇത്രയും രഹസ്യാത്മകമായ വിവരങ്ങൾ PV അൻവർ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം വിളിച്ച് പത്രസമൂഹത്തിനോട് 1, 2, 3 എന്നുള്ള ക്രമത്തിൽ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കേരള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നത് തന്നെയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സംഭവത്തിന് പിന്നിൽ PV അൻവർ മാത്രമല്ല എന്ന് നമുക്ക് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അൻവർ മാത്രമല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ കേരള നിയമസഭയിൽ കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും എത്തിയ കാരാട്ട് റസാക്ക് അത് വളരെ കൃത്യമായി ഞങ്ങൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്, അത് ഗൂഢാലോചനയായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. മറ്റൊരു MLA മുൻ മന്ത്രി KT ജലീലാണ്. ഇദ്ദേഹവും പിണറായി വിജയൻ്റെ മുഖ്യ ശിഷ്യന്മാരിൽ ഒരാളാണ്. മുൻ സിമിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ലീഗിൻ്റെ നേതാവായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ സ്വന്തം ആളായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുമായി ചില വിഷയങ്ങളിൽ അകൽച്ച ഉണ്ടായ പശ്ചാത്തലത്തിലാണ് KT ജലീൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിലേക്ക് വരുന്നതും പിണറായി വിജയൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതും. ആദ്യ ടേമിൽ തന്നെ അദ്ദേഹം മന്ത്രിയായി. കാരാട്ട് റസാക്കിൻ്റെയും കാര്യം ഇതുപോലെ തന്നെയാണ്. പഴയകാലത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, കൊടുവള്ളി മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ കാരാട്ട് റസാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തി. അക്കാലത്ത് കേരളത്തിലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. KT ജലീലിനെ എന്ന പോലെ തന്നെ കാരാട്ട് റസാക്കും പിണറായി വിജയൻ്റെ ആശീർവാദത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, വിജയിച്ചു. ഇതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തീർന്ന വ്യക്തിയാണ് PV അൻവർ. അപ്പോൾ 3 പേർക്കും ഫലത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവുമായും ലെവലേശം പങ്കില്ല, ബന്ധമില്ല. ഇടതുപക്ഷ മുന്നണിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനുമായുള്ള ബന്ധമാണ്. അതിലപ്പുറം ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു മൂവർ സംഘം ഇപ്പോൾ കാരാട്ട് റസാക്കിന്റെ ഭാഷയിൽ ഇങ്ങനെ ഒരു കൂടിയാലോചന നടത്തി മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ആഫീസിലെ
പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പി ശശിക്കെതിരെയും സർവോപരി മുഖ്യമന്ത്രിയുടെ ആഫീസിനെ തന്നെയും സംസ്ഥാന ഭരണത്തെ തന്നെയും പ്രതിക്കൂട്ടിലാക്കി പ്രതിസന്ധിയിലാക്കുന്ന ഈ നീക്കമുണ്ടായതിന് പിന്നിൽ ചില രഹസ്യ അജണ്ടകളുണ്ട് എന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നു. പക്ഷേ ആ നീക്കം നിൽക്കാനുള്ള വെപ്രാളപ്പെട്ട ഒരു പണിയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തുണ്ടായത്. ഇന്നലെ വരെ ആർത്തട്ടഹസിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കൂരമ്പുകളുമായി പത്രക്കാരുടെ മുന്നിലെത്തിയിരുന്ന പി അൻവർ ഇന്നത്തെ ദിവസം ശാന്തനായിരുന്നു. അദ്ദേഹം പത്രലോകത്തിന് മുന്നിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു സഖാവായി. അതിൻ്റെ കാര്യമെന്തെന്നാൽ പിണറായി വിജയൻ പി അൻവറെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഒറ്റ വാക്കിൽ കാര്യങ്ങൾ ഒതുങ്ങി എന്നാണ് ഈ അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ആ ഒറ്റ വാക്ക് മിണ്ടരുത് എന്നുള്ള ഒരു ഒറ്റ വാക്കായിരുന്നുവെന്ന് കേരളത്തിലെ മാധ്യമ ലോകം പറയാതെ പറഞ്ഞു വെക്കുന്നു. അതോടുകൂടി ഇന്നലെ വരെ തീപ്പന്തം പോലെ കത്തിജ്വലിച്ചിരുന്ന പി അൻവർ അജിത് കുമാറിനെ, അതായത് ADGP അജിത് കുമാറിനെ മാറ്റുന്നതുവരെ തൻ്റെ ഒറ്റയാൾ പോരാട്ടം തുടരും എന്നൊക്കെ വീരസ്യം പറഞ്ഞിരുന്ന പി അൻവർ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു, ADGP അജിത് കുമാറിനെ മാറ്റുക എന്നത് എൻ്റെ കാര്യമല്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് നൽകിയിട്ടുണ്ട്. ഇനി അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ അൻവർ ഏതാണ്ട് അങ്ങേ അറ്റം വരെ പിന്നോക്കം പോയിരിക്കുന്നു. അതായത് ഈ ഒരു കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 25 വർഷമായി കേരളത്തിലെ CPMന്റെ അടിസ്ഥാന ശിലയായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൽ 10-16 വർഷക്കാലം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഇല പോലും ആ പാർട്ടിക്കുള്ളിൽ അനങ്ങിയിട്ടില്ല. അഥവാ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇലയൊക്കെ കത്തിജ്വലിച്ച് ചാരമായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് പി അൻവറിനെ പോലെയും കാരാട്ട് റസാഖിനെ പോലെയും KT ജലീലിനെ പോലെയും ഇന്നത്തെ മന്ത്രി അബ്ദുറഹ്മാനെ പോലെയും ഒക്കെയുള്ള പഴയകാല കോൺഗ്രസ് ലീഗ് നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പിണറായി വിജയൻ കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ, വാസ്തവമാണെങ്കിൽ, അവരിയ്ക്കുന്ന സ്ഥാനത്ത് നിന്ന് അപ്രത്യക്ഷരായി പോയത് കുറേയേറെ CPIMന്റെ നേതാക്കളാണ്. അപ്പോൾ അങ്ങനെ കൊള്ളാവുന്ന ഒട്ടേറെ നേതാക്കളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട്, പ്രത്യേകം പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പാർട്ടിയെ ഒരു പ്രത്യേക ലൈനിലേക്ക് കൊണ്ടുപോയി 10-16 വർഷം ആ പാർട്ടിയുടെ സെക്രട്ടറി പദം അലങ്കരിച്ചു. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. 5 വർഷത്തെ 1ാം ഘട്ടം അവസാനിച്ചു. 2ാം ഘട്ടം ഇപ്പോൾ 3 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 8 വർഷം കൊണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം പിണറായി വിജയൻ്റെ കൈകളിൽ കിടന്നു മാത്രം തിരിയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. അതായത് ഘടകകക്ഷിയുടെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ വരെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് പ്രത്യേക താല്പര്യങ്ങളുണ്ടായിരുന്നുവെന്നും ആ മന്ത്രിമാരുടെ PAമാരെ തീരുമാനിക്കുന്നതിൽ വരെ അദ്ദേഹം ഇടപെട്ടിരുന്നുവെന്നും നമ്മുടെ പത്രസമൂഹം ഒരു ഭാഗത്ത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ CPMന്റെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലമാണ്. തൊട്ടു പിന്നാലെ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഒക്കെ കടന്ന് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരും. ആ ഘട്ടത്തിൽ പാർട്ടിയെ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഈ പാർട്ടിയിൽ തന്നെയുള്ള മറ്റേതെങ്കിലും മുഖ്യധാര നേതാക്കൾക്ക് ഉണ്ടോ? അവരാണോ പി അൻവറിനെയും കാരാട്ട് റസാഖിനെയും ജലീലിനെയും ഒക്കെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളൊരു സന്ദേഹം നമ്മുടെ രാഷ്ട്രീയ ലോകം നിരീക്ഷിക്കുന്നു. അതിലപ്പുറം പി അൻവറിന് ഈ വിഷയത്തിലുണ്ടായ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ, അത് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ, ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനു വി ജോൺ, തിരുവനന്തപുരത്ത് നിന്ന് സംപ്രേഷണം ചെയ്യുന്ന i2i ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റർ സുനിൽ എന്നിങ്ങനെയുള്ള ആളുകളെ ചെസ്റ്റ് നമ്പർ വെച്ച്, അതായത് അൻവറിൻ്റെ ചില ബന്ധങ്ങളെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ പുറലോകത്ത് എത്തിക്കാൻ ആ കാലഘട്ടത്തിലും ഇന്നും വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന 3 വാർത്താ മാധ്യമങ്ങളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവർക്കെതിരെ അദ്ദേഹം ചെസ്റ്റ് നമ്പർ ഇട്ടു. അവരെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരള പോലീസിൻ്റെ അറസ്റ്റുണ്ടാവും എന്ന് ഭയപ്പെടുത്തി. ചില ഘട്ടങ്ങളിലൊക്കെ അവരൊക്കെ ഒന്ന് പതറിയെങ്കിലും പോകുന്ന ചില ഘട്ടങ്ങളുണ്ടായി. കാരണം കള്ളക്കേസെങ്കിലും എടുത്താൽ അത് നേരിടാനും സമയം ചെലവാക്കേണ്ട ആവശ്യമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കള്ളക്കേസെങ്കിലും വരും എന്നവരൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വാസ്തവവിരുദ്ധമാണ് എന്ന് കേരള പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർക്ക് അതേക്കുറിച്ച് തോന്നിയതിനാൽ ഈ 3 വ്യക്തികളെയും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ
അവരെ ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായില്ല. മറുനാടനൊക്കെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ജാമ്യം കിട്ടി പുറത്തുപോയി. I2I സുനിലിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അവരെ ജയിലഴിക്കുള്ളിൽ അടയ്ക്കാൻ PV അൻവർ എന്ന നിയമസഭാ സാമാജികൻ കാണിച്ച ആ ഉത്സാഹം കേരള പോലീസിനുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. കേരള പോലീസ് അതിൻ്റെ വാസ്തവം അന്വേഷിച്ചപ്പോൾ ആ പരാതികളിലൊന്നും കഴമ്പില്ല എന്ന് തോന്നിയതിനാലാവണം ഒരു പക്ഷേ PV അൻവറിനെ ഇന്ന് ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത് പോലീസിലെ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആ വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പ്രേരിപ്പിച്ചതും ഒരു പക്ഷേ ഈ സംഭവമായിരിക്കാം. അപ്പോൾ അധികാരം ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ആപ്പീസിനെ ഉപയോഗിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചില വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യാം എന്നുള്ള സങ്കല്പം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നാലെയാണ് PV അൻവർ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ എതിരായ ചില നീക്കങ്ങളുമായി രംഗത്തെത്തിയത് എന്ന് നിരീക്ഷിക്കുന്നവരാണ് കേരളത്തിലെ ഏറെ പേരും. ഏതായാലും ആ ശ്രമങ്ങളൊക്കെ പാളി. മിണ്ടരുത് എന്നുള്ള ഒറ്റ വാക്കിൽ PV അൻവർ ഇന്ന് പണി നിർത്തി. ഇനി അൻവറിന് പ്രോത്സാഹനം നൽകിയിരുന്ന KT ജലീലിൻ്റെയും കാരാട്ട് റസാഖിൻ്റെയും രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളത് നാളെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ ഈ ദിവസം PV അൻവറിൻ്റെ ആരോപണ ആ തുള്ളലിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ചുക്കും സംഭവിച്ചില്ല. ഇനി CPM-ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നാളെ ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നമുക്ക് കാത്തിരിക്കാം.